സംപൂജ്യ മണ്ഡൽ മഹന്ത് രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജ്, സംപൂജ്യ അവധൂത് ഗുരുപ്രസാദ് സ്വാമിജി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, ബാലുസ്വാമി, എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഈ എല്ലാവരും അറിവുള്ളവരാണ്, അറിവില്ലാത്തവരാരുമില്ല. എല്ലാവരിലും ഗുരുവുമുണ്ട്, ശിഷ്യനുമുണ്ട്. ഒരു കൊച്ചു കുട്ടിയിൽ പോലും ആ ഗുരുവുമുണ്ട്, ശിഷ്യനുമുണ്ട്. അജ്ഞാനം കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ഗുരുവിനെ തിരിച്ചറിയുന്നില്ല എന്നതാണ് വസ്തുത. അത് ജ്ഞാനം നേടുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള ഗുരു വെളിച്ചത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. പൊതുവായി നമ്മുടെ സമൂഹത്തിൽ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിലാണുള്ളത്. നമ്മളത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ആയിട്ട് കാണുന്നു. എൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ, സുഖം, ദുഃഖം തുടങ്ങി സർവ്വതും എൻ്റെ മനസ്സിലാണുള്ളത്. ഈ ലോകം തന്നെ എൻ്റെ മനസ്സിലാണ്. എനിക്ക് മനസ്സില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സ് വൈകല്യം സംഭവിച്ചാൽ ഈ ലോകമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലാണ് ലോകം. മനസ്സിൻ്റെ ചിത്തത്തിലാണ്, മനസ്സെന്ന ചിത്തത്തിലാണ് ഈ ലോകവും ലോകത്തിലെ എല്ലാ വിഷയങ്ങളും ഉള്ളത്. ചിത്തത്തിൻ്റെ വൃത്തികളെ ഒന്നൊന്നായി ഉപേക്ഷിച്ചാൽ അവിടെ ലോകമില്ല. അവിടെ തൻ്റെ സ്വരൂപം, ഈ ശരീരമല്ല, താൻ എന്ന ഞാൻ എന്ന ആത്മസ്വരൂപം മാത്രമേ അവശേഷിക്കൂ. എവിടെ? ഈ ചിത്തത്തിൽ, മനസ്സിൽ. അപ്പോൾ ലോകം മുഴുവൻ നമ്മുടെ മനസ്സിലാണ്. അത് വൃത്തികളുള്ളത് കൊണ്ടാണ് ലോകം. വൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലോകവും പ്രശ്നങ്ങളും എല്ലാം ഉള്ളത്. സുഖദുഃഖങ്ങളെല്ലാം ഉള്ളത് ഈ ചിത്തത്തിലാണ്. ഒന്നൊന്നായി അതിനെ ഉപേക്ഷിച്ചാൽ ഒടുവിൽ ചിത്തവൃത്തി ശൂന്യമായാൽ അതാണ് യോഗം. അത് സംഭവിച്ചാൽ തൻ്റെ സ്വരൂപം മാത്രമാണ്. അത് ആനന്ദ സ്വരൂപമാണ്. അത് ജ്ഞാനമാണ്. അത് സത്യവുമാണ്. അത് സച്ചിദാനന്ദമാണ്. അവിടെ ലോകമില്ല. അവിടെ ഒരു ആനന്ദം മാത്രമാണ്. അത് അറിവാണ്. ഈ അറിവാണ് നാം നേടേണ്ടത്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? അറിവ് നേടണമെങ്കിൽ അതിനൊരു കാരണം വേണം. ഒന്ന് നേടണമെങ്കിൽ അതിനൊരു ആവശ്യം വേണ്ടേ? ഒരു കാരണം വേണ്ടേ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹം സമ്പൂർണമായ ശാരീരികമായ ആരോഗ്യാവസ്ഥ, രോഗമില്ലാത്ത ഒരു ശരീരം ഉണ്ടാവണം. 2, ശാന്തമായ മനസ്സ്, ശാന്തി ഉണ്ടാവണം. ഈ 2 കാര്യങ്ങളല്ലേ നമുക്ക് ഉള്ളൂ. രോഗമില്ലാത്ത ഒരു ശരീരവും ശാന്തമായ മനസ്സും, ശാന്തിയും. അശാന്തത പാടില്ല. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം നാം ആഗ്രഹിക്കുന്നത്. ശരിയാണോ? ഇതിനെന്താണ് ചെയ്യേണ്ടത്? ഇത് പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഇത് സാധിച്ചു തരാനുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള ആ ശിഷ്യനെ ഗുരുവിലേക്ക് നയിച്ചാൽ മാത്രം മതി. ആ ഗുരുവിലേക്ക് നയിക്കാൻ നമുക്ക് ജ്ഞാനമാണ് വേണ്ടത്. ജ്ഞാനം കിട്ടുമ്പോൾ അജ്ഞാനം ഇല്ലാതാവുന്നു. ഇതിനെ സഹായിക്കാൻ ചില ആൾക്കാർ വേണ്ടി വരും. മുൻപേ ഈ വഴി കടന്നു പോയവർ. അവരാണ് നമ്മൾ സ്ഥൂല ഗുരുക്കന്മാരായി കാണുന്നത്. സ്ഥൂലത്തിൽ, ജാഗ്രത്തിൽ അവർ കാണുന്ന ഗുരുവാണ്. എന്നാൽ സ്വപ്നത്തിൽ അങ്ങനെ ഒരു ഗുരുവില്ല. അതൊരു തത്വമാണ്. അപ്പൊ സ്ഥൂലത്തിൽ ഗുരുവായും സൂക്ഷ്മത്തിൽ അത് തത്വമായും
കാരണത്തിൽ, അതായത് സ്ഥൂല സൂക്ഷ്മ കാരണം, 3 ശരീരമാണല്ലോ നമുക്കുള്ളത്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. സ്ഥൂലത്തിൽ ഗുരുവായും സൂക്ഷ്മത്തിൽ തത്വമായും കാരണത്തിൽ ഈശ്വരനായും വർത്തിക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മസ്വരൂപനാണ് ഞാൻ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ആത്മജ്ഞാനം. അതിന് ഒരു സ്ഥൂലത്തിൽ നമ്മളൊരു ഗുരുവിനെ ആശ്രയിക്കുന്നു, തെറ്റില്ല. മാതാവാകാം, പിതാവാകാം, സുഹൃത്താവാം, ആരുമാകാം. ഏത് മാർഗത്തിലൂടെ ഇതാണ് നാം നേരിടുന്നത്. പക്ഷെ ആരെല്ലാം ഏതെല്ലാം വഴികാട്ടി തന്നാലും എനിക്ക് വേണം എന്ന് എനിക്ക് തോന്നിയില്ലെങ്കിൽ ഫലമുണ്ടോ? ഉണ്ടോ? എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം 100 പേരിരിക്കുന്ന ഒരു സദസ്സിൽ ഒരു ഗുരു ജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും തോന്നും എല്ലാവരും വളരെ ജിജ്ഞാസയോടുകൂടി ഇത് കാണുന്നു, കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു. പക്ഷെ ഇതിൽ എത്ര പേരിത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്നു? ഒരു 10% പോലും കാണില്ല എന്ന് നമുക്കറിയില്ലേ? 90% ആൾക്കാരുടെ ശരീരമേ അവിടെ ഉള്ളൂ. ചിന്തകളെല്ലാം വേറെ പലയിടത്തേക്കുമാണ് പോകുന്നത്. ഈ ചിന്തകളെല്ലാം ആ സമയത്ത് വേറെ എവിടേക്കെങ്കിലും പോകുന്നതിൻ്റെ കാരണവും എന്താണ്? അതിൻ്റെ കാരണം ശരീരമാണ്. ശരീരത്തിൽ വേണ്ടാത്ത മാലിന്യങ്ങൾ കൂടി വരുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും നമ്മൾ. ശരീരത്തിൽ മാലിന്യങ്ങൾ, ടോക്സിൻസ് കൂടി വരുമ്പോൾ നാം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. മനസ്സൊന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. ആകെ കൂടി ടെൻഷൻ, ആങ്സൈറ്റി, ഫിയർ, ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇതിൻ്റെ കാരണം തേടി നാം പോവാം. മനസ്സിനൊരു ശാന്തിയില്ല. ഈ ശാന്തിയുടെ കാരണം എവിടെ ഇരിക്കുന്ന? മനസ്സിലാണ്. മനസ്സിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ കാരണം ഈ കാണുന്ന സ്ഥൂല ശരീരത്തിൽ വേണ്ടാത്തത് കടന്നുകൂടിയതിൻ്റെ ഫലമാണ്. ആ വേണ്ടാത്തത് എങ്ങനെയൊക്കെയാണ് കടന്നുകൂടുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ 5 ഇന്ദ്രിയങ്ങളെ ട്യൂൺ ചെയ്ത് വെച്ചാൽ വേണ്ടാത്ത കടന്നു വരില്ല. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഭദ്രം കർണേഭി ശൃണിയാമദേവ, ഭദ്രം പശ്യേമാക്ഷപര്യജത്ര. കേട്ടിട്ടില്ലേ? നല്ലത് മാത്രം കേൾക്കുകയും നല്ലത് മാത്രം കാണുകയും നല്ലത് ചിന്തിക്കുകയും നല്ലത് രുചിക്കുകയും നല്ലത് മണക്കുകയും നല്ലത് സ്പർശിക്കുകയും ഒക്കെ ചെയ്ത് ശീലം വന്നാൽ വേണ്ടാത്തത് കടന്നു വരില്ല. ഇതിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കും. വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ച് വരുന്ന ഒരാൾക്ക് എത്ര വിശന്നാലും അവർ വെജിറ്റേറിയൻ അല്ലാത്ത നോൺ വെജ് കഴിക്കില്ല. വോമിറ്റ് ചെയ്യാൻ തോന്നും അല്ലേ? കാരണം നാം ശീലിച്ചത് കൊണ്ടാണ്. നല്ലത് മാത്രമേ കാണാൻ, മോശപ്പെട്ടത് കാഴ്ചയിൽ വന്നാൽ അപ്പം നമ്മൾ അത് കളയണം, ഉപേക്ഷിക്കണം. വേണ്ടാത്തത് കേൾക്കുന്നിടത്ത് പോയിരിക്കരുത്. അങ്ങനെയുള്ളത് കേൾക്കാനുള്ള അവസരം നിഷേധിക്കണം. ആരെങ്കിലും പരദൂഷണം പറഞ്ഞുകൊണ്ട് വന്നാൽ കേൾക്കാൻ ശ്രമിക്കരുത്, ഇരുന്ന് കൊടുക്കരുത്. കാരണം അങ്ങനെ കേട്ടുവന്നാൽ ക്രമേണ നമ്മുടെ ഉള്ളിൽ വാസനകളായി അത് സ്ഥിരപ്രതിഷ്ഠ നേടും. ഇതുപോലെ ഇന്ദ്രിയങ്ങളെ നാം മനഃപൂർവം ട്യൂൺ ചെയ്തുകൊണ്ടിരുന്നാൽ ക്രമേണ നമുക്ക് ഇന്ദ്രിയശുദ്ധി കൈവരും. അഭ്യാസ വൈരാഗ്യത്തിലൂടെ മാത്രമേ അത് സാധ്യമാവൂ. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ എല്ലാവർക്കും ഒരു ടെൻഷൻ കൊടുക്കുന്നതാണ്. പ്രശ്നങ്ങൾ കുട്ടികളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പുതിയ തലമുറ, അവരുടെ ഭാവി എന്താണ്? ആദ്യം ശരിയാവേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളിൽ നിന്നാണ് അവർ കൂടുതലും കാര്യങ്ങളെ പഠിക്കുന്നത്.
അതിനുശേഷമാണ് സ്കൂളിലാണ് അവർ ഏറ്റവും കൂടുതൽ സമയം വിനിയോഗിക്കുന്നത്. അധ്യാപകരെ കണ്ടാണ് പിന്നീട് പഠിക്കുന്നത്. കൂട്ടുകാർ, സുഹൃത്തുക്കൾ, മറ്റ് സഹകരിക്കുന്ന ആൾക്കാരിൽ നിന്നാണ് ഈ കുഞ്ഞിൻ്റെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. അതിലാദ്യ പടി മാതാപിതാക്കൾ മാതൃകാപരമായി ജീവിക്കാൻ ശ്രമിക്കുക. മാതാപിതാക്കൾ തമ്മിൽ ഒരൈക്യവുമില്ല, ഏതെങ്കിലും രീതിയിലൊക്കെ അവരവരുടെ സന്തോഷത്തിനും താല്പര്യങ്ങൾക്കും വേണ്ടി ജീവിച്ചു പോകുന്ന കുടുംബത്തിലെ മക്കൾ നല്ലതാവണമെന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളാണ് ആദ്യമായി മാതൃകയാവേണ്ടത്. സ്കൂളുകളിൽ രാഷ്ട്രീയ അതിപ്രസരം വിദ്യാർത്ഥികളിൽ മാത്രമല്ല, അധ്യാപകരിലും. പ്രധാനമായി കുഞ്ഞുങ്ങൾ വഴിതെറ്റാനുള്ള കാരണങ്ങളാണ്. രാഷ്ട്രീയം നിരോധിക്കണമെന്നൊക്കെ പറഞ്ഞ് കോടതി കേസൊക്കെ പോയിട്ടുണ്ട്. എന്താ ഫലം? കേരളത്തിൽ നടക്കുമോ? ഇല്ല. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം മാത്രമല്ല, അധ്യാപക രാഷ്ട്രീയവും നിരോധിക്കണം. അധ്യാപകൻ വിദ്യാർത്ഥിയെ തങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ കുട്ടികൾ എന്ന നിലയിൽ അവരെ കാണുന്നു, അവരെ സമരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇതെല്ലാം ഇന്നത്തെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ഈ സമൂഹത്തെ ആര് ചത്താലും വേണ്ടിയില്ല, എനിക്ക് ലാഭം കിട്ടണം എന്ന് ചിന്തിക്കുന്ന കച്ചവടക്കാരും വ്യവസായികളും ഒക്കെ മദ്യവും മയക്കുമരുന്നും പുകയിലകളും മറ്റ് ഏത് തരത്തിലും മായം ചേർക്കലുകളും ഒക്കെ ചെയ്യുന്ന അവർ ഇതിൻ്റെ ഭാഗമല്ലേ? ഈ അപചയത്തിൻ്റെ കാരണക്കാരല്ലേ? അപ്പോൾ ഒരു കുട്ടി ശരിയാവണമെങ്കിൽ ആ കുട്ടി വിചാരിച്ചാൽ മാത്രം നടക്കില്ല. മാതാപിതാക്കളും അധ്യാപകരും അവൻ സഹകരിക്കുന്ന സമൂഹവും ഈ രാജ്യത്തെ നാടിനെ നയിക്കേണ്ട രാഷ്ട്രീയക്കാരും എല്ലാവരും ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ സമൂഹം വളർന്നു വരുന്നത്. കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണക്കാർ കുട്ടിയെ ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകൾ തൻ്റെ ഉള്ളിലേക്കാണ് ചൂണ്ടുന്നത്. ഇതിൽ നമുക്കെല്ലാവർക്കും പങ്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്നും പറഞ്ഞതാണ് ഒരു വീട്ടമ്മയോട്, അമ്മ ഇനിയെങ്കിലും അമ്മയുടെ ആവലാതികളെക്കുറിച്ച് ചിന്തിക്കരുത്, പറയരുത്. മറ്റുള്ളവരുടെ പ്രശ്നത്തെക്കുറിച്ചാണ് അമ്മ ഇനി കാണേണ്ടതും കേൾക്കേണ്ടതും പരിഹാരം നിർദ്ദേശിക്കേണ്ടതും. അതിലൂടെ അമ്മ ഗുരുവായി ഉയരണം. അമ്മയുടെ ചിന്തകൾ മറ്റുള്ളവരെ കുറിച്ചാവണം. ഇത്രയും ആയിട്ടും എൻ്റേത്, എനിക്കതാണ്, എനിക്ക് അങ്ങനെ പ്രശ്നമാണ്, രക്ഷയില്ല, മറ്റതാ അമ്മ ഇനി അങ്ങനെ കരയാൻ പാടില്ല. അമ്മ ഗുരുവാണ്. ഗുരുസ്ഥാനത്തേക്ക് ഉയരേണ്ട അമ്മ ഒരിക്കലും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. അമ്മ മക്കൾക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. നാം നമുക്ക് വേണ്ടിയല്ല ചിന്തിക്കേണ്ടത്, ഈ വളർന്നു വരുന്ന യുവതലമുറ കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടി ചിന്തിക്കണം. അവിടെ നാം ആ ധർമ്മത്തെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അധർമ്മത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും വേണം. നമുക്ക് പ്രതികരണമില്ലാത്തിടത്താണ് നാം പാപം ചെയ്യുന്നത്. നമുക്കെന്ത് വേണം, അതങ്ങനെ നടക്കും എന്ന് ചിന്തിക്കുന്നത് പാപം ചെയ്യുകയാണ് നാം ചെയ്യുന്നത്. പലപ്പോഴും അതിൻ്റെ ഭവിഷ്യത്ത് നമുക്കറിയില്ല. അധർമ്മത്തിനെതിരെ ശരീരം കൊണ്ട് തന്നെ പ്രതികരിക്കണം. കഴിയാത്തവർ വാക്കുകൊണ്ട് പ്രതികരിക്കണം. അതും കഴിയാത്തവൻ മനസ്സുകൊണ്ടെങ്കിലും പ്രതികരിക്കണം. അധർമ്മത്തെ പ്രതിരോധിക്കാത്ത പാപികളാണ് ഇന്ന് സമൂഹത്തിലെ ഏറ്റവും കൂടുതലായി. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ചാൽ അതിനെ ഇത്രയും വളരാൻ അവസരമുണ്ടാക്കിയത് നമ്മളും കാരണക്കാരാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നു, നമുക്കെന്താ വേണം, ഇനി പ്രതികരിച്ചാൽ ഞാൻ മോശക്കാരനായാലോ? ശരിയല്ലേ?
നാം ആ മൗനം പാലിക്കുന്നതാണ് ഇന്ന് ഏറ്റവും വലിയ തെറ്റാണ്. നാം പോലും അറിയാതെ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് വേണ്ടാത്ത വസ്തുക്കളെ ഒഴിവാക്കുകയും അതിനെ പരിപാലിക്കുക എന്ന് പറയുന്നത് പ്രധാനമായും 3 കാര്യമാണ്. ഒന്ന് ആഹാരമാണ് ശരീരത്തെ പരിപാലിക്കാൻ, അല്ലേ? ആഹാരം ഏത് തരത്തിലായിരിക്കണം? ഹിതവും മിതവുമായിരിക്കണം ആഹാരം. അഹിതമായ ഭക്ഷണം, ഹിതമായിരിക്കണം ഭക്ഷണം ഏതായാലും, അത് മിതമായിട്ടായിരിക്കണം. 2, ശരിയായ വിശ്രമം, അതായത് ശരിയായ ഉറക്കം. 3, ശരിയായ വ്യായാമം. ശരിയായ ആഹാരവും ശരിയായ വ്യായാമവും ശരിയായ ഉറക്കവും കിട്ടിയാൽ ശരീരം ആരോഗ്യത്തോടു കൂടി പോകും. പക്ഷെ മനസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദ്രിയങ്ങളെ ട്യൂൺ ചെയ്ത് വയ്ക്കുക, അനാവശ്യമായി കടന്നു വരുന്ന വിഷയങ്ങളെ തിരസ്കരിക്കുക. വലിയ പ്രയാസം അത്, പക്ഷേ സാധ്യമാണത്. വെറുതെ ഇരുന്നുകൊണ്ട് പറയുന്നതല്ല, അനുഭവം കൊണ്ട് തന്നെ പറയുന്നതാണ്. കഷ്ടമായിരുന്നു, പക്ഷേ ഇന്ന് അനായാസമാണത്. അനുഭവിച്ച് തന്നെ അറിഞ്ഞ കാര്യമേ ഞാൻ പറയാറുള്ളൂ. ഓരോരുത്തർക്കും അത് കഴിയും. അതിനു വേണ്ടി കൂടി ആയിരിക്കണം നമ്മൾ. ഇനി സ്വാമിജി എപ്പോഴും പറയാറുണ്ട്, ആരോഗ്യ സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറയണം. ആരോഗ്യ സംബന്ധമായ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാ. കാര്യം ഞാനൊരു 4 പതിറ്റാണ്ടിലേറെയായി ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ദീർഘകാലമായി ഔഷധരഹിത ചികിത്സകളെ പ്രചരിപ്പിച്ചിരുന്ന ആളാണ്. നമ്മുടെ അടുക്കളയിലും തൊടിയിലും പറമ്പിലും ഒക്കെയുള്ള വസ്തുക്കൾ തന്നെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരുന്നു. അതിനെ പ്രചരിപ്പിക്കും. പിന്നെ ഈ രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണല്ലോ. അതിനെ എങ്ങനെ പരിഹരിക്കാം, ഇതൊക്കെ പ്രചരിപ്പിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാവുന്ന കാലമാണ്. സോഷ്യൽ മീഡിയ ഗുരുക്കന്മാരുടെ കാലമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം സോഷ്യൽ മീഡിയ ഗുരുക്കന്മാരാണ്. ഇതിലൂടെ ഇങ്ങനെ പുതിയ പുതിയ ആരോഗ്യം ഡെവലപ്പ് ചെയ്യാൻ, രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇതെല്ലാവരും അങ്ങോട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഭർത്താവിൻ്റെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. യൂട്യൂബും ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്തിട്ട് അതെല്ലാം ഭർത്താവിൻ്റെ മേളിൽ പരീക്ഷിക്കുക. എന്നിട്ടത് അയൽക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഉപദേശമായിട്ട് കൊടുക്കും. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ദൈനംദിനമായിട്ടുള്ള, അതായത് ദിനചര്യ, ഋതുക്കൾ മാറി വരുന്നതിനനുസരിച്ചുള്ള ഋതുചര്യ, ഇത് രണ്ടും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിത്യവും എപ്പോഴും ഉണരണം, ഉണർന്നിട്ട് എന്തൊക്കെ ചെയ്യണം, പല്ല് തേക്കുന്നതും കുളിക്കുന്നതും ഉൾപ്പെടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ആയുർവേദ ആചാര്യന്മാർ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ അഷ്ടാംഗ ഹൃദയത്തിൽ സൂത്രസ്ഥാനം, 6 സ്ഥാനങ്ങൾ, 6 ഭാഗങ്ങൾ. അതിൽ ഒന്നാമത്തെ സൂത്രസ്ഥാനത്തിൽ 30 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ ആയുഷ്കാമീയം 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ 2 സ്വസ്ഥവൃത്തമാണ്. അതിൽ ദിനചര്യ, ഋതുചര്യ ഒക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ട ഒരു സിലബസ് വിഷയമല്ലേ ഇത്? നമ്മളൊക്കെ ഷേർഷയുടെ ഭരണപരിഷ്കാരവും ഫ്രഞ്ച് വിപ്ലവവും ഡച്ച് വിപ്ലവവും അതും ഇതും എല്ലാം നമ്മൾ സ്കൂളുകളിൽ, ഹൈസ്കൂൾ തലങ്ങളിൽ പഠിക്കുന്നു. വല്ല പ്രയോജനമുണ്ടോ? വേണ്ടാന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതേസമയം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പഠിച്ചാൽ അത് കുറച്ചെങ്കിലും അവൻ്റെ ജീവിതത്തിൽ അത് പ്രയോജനകരമാകും. 2009 അന്ന് CM ആയിരുന്ന അച്യുതാനന്ദ സാറിൻ്റെ ഞാനൊരു നിവേദനം കൊടുത്തിരുന്നു. ഞാൻ മാത്രമല്ല, ഞാനന്ന് കുറേ സംഘടനകളുടെ സംസ്ഥാന ദക്ഷിണേന്ത്യൻ ചുമതലയൊക്കെ വഹിച്ചിരുന്ന കാലമാണ്. യോഗ ആൻഡ് നാച്ചുറോപ്പതി അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു.
സിദ്ധാ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഒത്തിരി സംഘടനകളിൽ അതിൻ്റെ ഭാഗമായിട്ട് CM-നെ കണ്ടിട്ട് അന്ന് കൊടുത്ത നിവേദനത്തിൽ ഒന്ന് ആയുർവേദം ഹൈസ്കൂൾ തലം മുതൽ പാഠ്യവിഷയമാക്കണം. ക്ലിഫ് ഹൗസിൽ ചെന്ന് CM അച്യുതാനന്ദ സാറിനെ കണ്ട് കൊടുത്ത നിവേദനങ്ങളെന്ന് ഹൈസ്കൂൾ തലം മുതൽ ആയുർവേദം പാഠ്യവിഷയമാക്കണം. ചികിത്സയല്ല പഠിപ്പിക്കേണ്ടുന്നത്, ആയുർവേദത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. സ്വാമിജി നേരത്തെ പറഞ്ഞല്ലോ, പഞ്ചഭൂത സിദ്ധാന്തങ്ങൾ, ത്രിദോഷ സിദ്ധാന്തങ്ങൾ, ദ്രവ്യഗുണ വിജ്ഞാനങ്ങൾ, ഇപ്പം പറഞ്ഞ ദിനചര്യ, ഋതുചര്യ, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന കാര്യങ്ങളെ പാഠ്യവിഷയമാക്കിയാൽ കുറേയെങ്കിലും അത് മനസ്സിലാക്കില്ലേ. പിന്നെ ഔഷധ സസ്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ അങ്ങനെ വരുമ്പോൾ തൊടിയിലും പറമ്പിലും റോഡിലൊക്കെ കണ്ട പച്ചമരുന്നുകളൊക്കെ കണ്ടാൽ ഒന്നും അല്ലെങ്കിലും നശിപ്പിക്കാതെയെങ്കിലും പോകുമല്ലോ. ഇന്ന് പച്ചമരുന്നുകളൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇതെല്ലാം ഞാനെന്ന് പറഞ്ഞ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിരുന്നു, ആയുർവേദത്തിൻ്റെ മറവിൽ നടക്കുന്ന വ്യാജ പരസ്യങ്ങളെ തടയണം. ഇതും പറഞ്ഞിരുന്നു. ചുരുക്കം പറയാൻ ഇതൊന്നും നടന്നില്ല. ഞാൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ അന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബേബി സാറിനെ കണ്ടിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും യോഗ പാഠ്യവിഷയമാക്കണം ആവശ്യപ്പെട്ടിരുന്നു. അന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു. വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ VN വാസവൻ MLA ഞങ്ങളുടെ ഈ നാച്ചുറോപ്പതി അസോസിയേഷൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. അന്ന് കോട്ടയം MLA ആയിരുന്നു, കഴിഞ്ഞ മന്ത്രിയായിരുന്നു. അദ്ദേഹം മുഖേന ഞങ്ങളൊരു സബ്മിഷൻ ഉന്നയിപ്പിച്ചു, ചർച്ചയ്ക്ക് വെച്ചു. അന്ന് ഈ ആവശ്യമുള്ള അധ്യാപകരെ കിട്ടുമോ ചോദിച്ചു. 3000-ലധികം ഗവൺമെൻറ് സ്കൂളുകൾ, ഇരട്ടിയിലധികം എയ്ഡഡ് സ്കൂളുകൾ, ഇത്ര അധ്യാപകരൊക്കെ കിട്ടുമോ? അപ്പോൾ പറഞ്ഞത് ചില യൂണിവേഴ്സിറ്റികൾ, ഇപ്പം MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ യോഗ ക്ലാസ്സുകളുണ്ട്. ഇതല്ലാതെ പതഞ്ജലി യോഗ വിദ്യാപീഠം, ശിവാനന്ദാശ്രമം ഒക്കെ ഉണ്ട്. 1000 പേരോടൊപ്പം ഉണ്ട്. എന്തായാലും അടുത്ത വർഷമല്ലേ നടപ്പിലാവും. തീർച്ചയായിട്ടും അധ്യാപകരെ തരാമെന്ന് പറഞ്ഞു. അടുത്ത മീറ്റിംഗ് വിളിച്ച് എല്ലാ താലൂക്കുകളിലും മിനിമം ഒരു യോഗ സ്കൂളെങ്കിലും. 3 മാസത്തിനുള്ളിൽ കേരളത്തിൽ 42 യോഗാ കേന്ദ്രങ്ങൾ നമ്മൾ ആരംഭിച്ചു. പക്ഷേ അപ്പോഴേക്ക് മാറ്റങ്ങൾ വന്നു. ആ പരിപാടി ഉപേക്ഷിച്ചിട്ട് സർവശിക്ഷാ അഭിയാൻ്റെ നേതൃത്വത്തിൽ വർഷത്തിൽ 2, 3, 4 ക്ലാസ് അങ്ങനെയാക്കി വെച്ചു. പിന്നെ 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്നതിന് ശേഷം യോഗ ഡേ ഒക്കെ ആരംഭിച്ചു. അതിന് വ്യാപകമായൊരു പ്രചാരണത്തിലെത്തി. എന്തായാലും അത് കുറേ നല്ല കാര്യമായിരുന്നു. പക്ഷേ യോഗമാണോ പഠിപ്പിക്കുന്നത്? അവിടെയാണ് ചിന്തിക്കേണ്ടുന്നത്. യോഗ എന്ന പേരിൽ കുറെ കസർത്ത് അല്ലെന്ന് പറയാമോ? ഇതിനേക്കാളും മനോഹരമായി പണ്ടും ഇത് സർക്കസ് കമ്പനികളിൽ പഠിപ്പിക്കുമായിരുന്നു. അവരെ ആരെയും യോഗി എന്ന് വിളിക്കാറില്ല. ശരിയല്ലേ? അപ്പോൾ യോഗ എന്ന് പറയുന്നത് ഇതല്ല. യോഗം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. യോഗം നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കേണ്ടത്. അതിനു വേണ്ടിയുള്ള ചില ആസനങ്ങളാണ് യോഗശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് വ്യായാമങ്ങളൊക്കെ ആവാം. ഹഠയോഗത്തിലെ കുറേ ആസനങ്ങളൊക്കെ ചെയ്യാൻ നല്ലതാണ്. പക്ഷെ ഇന്ന് കാണിക്കുന്നതൊന്നുമല്ല. അപ്പോൾ എല്ലാറ്റിലും ഉദ്ദേശിക്കുന്ന പോലെയല്ല, വെള്ളമല്ല, അതിന് പകരം പലതും കൂട്ടിച്ചേർത്താണ് ഇന്ന് പോകുന്നത്. ആയുർവേദത്തിൽ അതാണ്. എല്ലാ ആരോഗ്യ മേഖലയായിക്കോട്ടെ, ഈ യോഗമായിക്കോട്ടെ, ധ്യാനമായിക്കോട്ടെ, എല്ലാം. എന്താണ്ട് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള, എൻ്റെ 48 വർഷമായി ഞാൻ സാധന ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കണ്ട എനിക്കുള്ള മനസ്സിൽ ഏറ്റവും ടച്ച് ചെയ്ത ഒരു സാധനാ ഗ്രൂപ്പാണ് സ്വാമി അവധൂത് ഗുരുപ്രസാദിൻ്റെത്. വളരെ മനസ്സിൽ നിറഞ്ഞ കുറേ സാധകന്മാരുടെ ഒരു കൂട്ടമായിരുന്നു അവിടെ കണ്ടത്. അതാണ് വേണ്ടത്. ഇന്ന് ചെയ്യുന്നത് മുഴുവൻ ബിസിനസ്, കച്ചവടങ്ങൾ, യൂട്യൂബിലൂടെ അല്ലാതെയൊക്കെ ഇതെല്ലാം മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതാണ്. പണത്തിന് വേണ്ടി ഇത്തരം ശാസ്ത്രങ്ങളെ വികലമാക്കി അവതരിപ്പിക്കുകയാണ്. ജ്യോതിഷം എടുത്തു നോക്കുമോ, അറിയാമല്ലോ. ജ്യോതിഷത്തിൽ മഹത്തായ, അതായത് വേദാംഗങ്ങളെ 6 അംഗങ്ങൾ, ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, വ്യാകരണം, ഈ 6 വേദാംഗങ്ങളിൽ
വേദത്തിൻ്റെ കണ്ണെന്നറിയപ്പെടുന്ന അത്ര ഉത്കൃഷ്ടമായ ജ്യോതിഷത്തെ ഇന്ന് എത്ര വികലമായിട്ടാണ് കാണുന്നത്. ക്ഷേത്ര പൂജാരിമാരെന്ന നിലയിൽ ഏതെങ്കിലും ചിലയിടത്ത് ചെന്ന് കുറച്ചൊരു സിലബസ് പഠിച്ചിട്ട് പരീക്ഷ എഴുതി അവർ സർട്ടിഫിക്കറ്റും കിട്ടി, അവർ പൂജാരിമാരാണ്. അവർ സാധകരാകണോ? കൂടിയാൽ ഒരു 5%, 95% സാധകരല്ല. സാധന ചെയ്യാത്ത വേണ്ട പൂജാരിയല്ലേ, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പൂജാരിയാണ്. സാധനയാണിത് ജീവിതം മുഴുവൻ, അല്ലേ? ഇത് എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ അങ്ങ് പൂജാരിയായിട്ട് ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും ഓൺലൈനോ അല്ലാതെ എവിടുന്നെങ്കിലും പോയിട്ട് ഇച്ചിരി ജ്യോതിഷത്തിൻ്റെ എന്തെങ്കിലും പഠിച്ചിട്ടൊന്ന്, പിന്നെ ജ്യോതിഷമാണ്, പ്രവചനങ്ങളാണ് ഇതിൻ്റെ എല്ലാം മഹത്വത്തെ നശിപ്പിക്കുന്ന. ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടതല്ലേ? ഈ മഹത്തായ ശാസ്ത്രങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ എന്ത് സംവിധാനം? സന്യാസം തന്നെ എടുത്തോട്ടെ. 95% സാധനയില്ലാത്ത, ഉള്ളിൽ സന്യാസം സംഭവിച്ചിട്ടില്ലാത്തവർ. വേഷങ്ങളിലും പേരിലും മാത്രമേ ഉള്ളൂ സന്യാസി. വേഷത്തിലും പേരിലും സന്യാസിയാണ്. ഉള്ളിൽ സന്യാസം സംഭവിച്ചിട്ടുണ്ടോ? ദീക്ഷ സ്വീകരിച്ചാലെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നുണ്ടോ? വളരെ പരിതാപമാണ്. എല്ലാ മേഖലയിലും ഇത്തരം വ്യാജന്മാർ ഉള്ള ഈ ലോകത്ത് ആര് പറയുന്നതാണ് സമൂഹം വിശ്വസിക്കേണ്ടത്? സമൂഹത്തിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആശയക്കുഴപ്പമാണ്. ശരിയല്ലേ? ഇതിൽ ആര് പറയുന്നതാണ് ശരി? ഇവിടെയൊക്കെയാണ് നാം മുതിർന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്. മൗനം പാലിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പാപമാണ്. കഴിയുന്ന തലത്തിലൂടെ നാം ഇത്തരം കാര്യങ്ങളെ പ്രതികരിക്കണം. പൊതു സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം. എന്നാലും ഒരു സർക്കാരിൻ്റെ ശ്രദ്ധയിലൊക്കെ ഇത് കൊണ്ടുവരാൻ ഇച്ചിരി പാടാണ്. കാര്യം സർക്കാരുകൾക്കെല്ലാം സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. പിന്നെ ചെയ്യേണ്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൂടെ പരസ്പരം നമ്മൾ ചർച്ച ചെയ്ത്, നമ്മൾ എവിടെയെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ അതിലൂടെ മറ്റുള്ളവരിലേക്ക് ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാം ഇതൊക്കെ ചെയ്യണം. അറിയാവുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പോകണം. നമുക്കെന്നും ആയുസ് ആരോഗ്യം ഇതുപോലെ ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ ആയുസ്സും ആരോഗ്യവും പരിമിതമാണ്, നിശ്ചയിക്കപ്പെട്ടതാണ്. നാളെ എന്തെന്നുള്ളത് നമുക്കിന്ന് അറിയില്ല. നാളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുമില്ല. അത് സുഖകരമല്ലാത്തതുകൊണ്ട് ചിന്തിക്കില്ല. എന്നും നമ്മൾ ഇങ്ങനെ ഇരിക്കുമെന്നാണ് നമ്മുടെ ധാരണ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയം എത്രയാണോ അത്രയും സമയവും അറിവുകൾ നേടിയതും നേടിക്കൊണ്ടിരിക്കുന്നതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തും അതിനെ സംരക്ഷിച്ചും ഇതിനെ നശിപ്പിക്കുന്നതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ടും നാം ഓരോരുത്തരും പോകേണ്ടതാണ്. അത് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യവും. മനുഷ്യൻ യഥാർത്ഥത്തിൽ വെജിറ്റേറിയനാണോ നോൺ വെജിറ്റേറിയനാണോ? മനുഷ്യൻ ഫ്രൂട്ടേറിയനാണെന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. പോട്ടെ, നമുക്കിത് രണ്ടും മാത്രം എടുക്കാം. മനുഷ്യൻ വെജിറ്റേറിയൻ ആണെന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞു. കാര്യം, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ജീവികളുടെ പല്ലിൻ്റെ രീതി, സസ്യാഹാരം കഴിക്കുന്ന എല്ലാ ജീവികളുടെയും പല്ലുകൾ ചവച്ചരയ്ക്കാൻ പാകത്തിനുള്ള ചർവണങ്ങളാണ്. എന്നാൽ മാംസാഹാരം കഴിക്കുന്ന ഏതൊരു ജീവിക്കും ദംഷ്ട്രകളാണ്. പല്ല് മാംസത്തെ കടിച്ച് കുടഞ്ഞ് കീറിയെടുത്ത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇതാണ് മാംസഭുക്കുകളായിട്ടുള്ള ജീവിയുടെ ദംഷ്ട്രകൾ വരാൻ കാരണം. സസ്യാഹാരം കഴിക്കുന്ന മനുഷ്യനായിക്കോട്ടെ, പശുവായിക്കോട്ടെ, ആടായിക്കോട്ടെ, കഴുതയായിക്കോട്ടെ, കുതിരയായിക്കോട്ടെ, ഇതെല്ലാം ചവച്ചരയ്ക്കാനുള്ള പല്ലുകളാണ്. 2, മനുഷ്യൻ്റെ കണ്ണിൻ്റെ കാഴ്ച പകൽ കാഴ്ചയുണ്ട്, രാത്രി വളരെ കാഴ്ച കുറവാണ്. സസ്യാഹാരം കഴിക്കുന്ന എല്ലാ ജീവിക്കും അങ്ങനെയാണ്. കാര്യം അത് രാത്രി ഇര തേടുന്നില്ല.
എന്നാൽ മാംസഭുക്കുകളായ എല്ലാ ജീവികൾക്കും രാത്രിയിൽ ഇര തേടാനുള്ളത് കൊണ്ട് തന്നെ പകലും രാത്രിയും കാഴ്ച ഒരുപോലെയുണ്ട്. 3, മാംസാഹാരം കഴിക്കുന്ന ജീവികളുടെ കുടലിൻ്റെ നീളം അതിൻ്റെ ശരീരത്തിൻ്റെ നീളത്തിന് തുല്യമായിരിക്കും. കാരണം മാംസം കഴിച്ചാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ വേസ്റ്റ് പുറന്തള്ളണം. എന്നാൽ സസ്യാഹാരം കഴിക്കുന്ന ജീവികളുടെ കുടലിൻ്റെ നീളം അതിൻ്റെ ശരീരത്തിൻ്റെ 3.5 മടങ്ങ് കൂടുതലാണ്. അതായത് 6 അടി നീളമുള്ള ഒരു മനുഷ്യൻ്റെ കുടലിൻ്റെ നീളം 20 അടിക്ക് മുകളിലാണ്. കാരണം സസ്യാഹാരം പതുക്കെ ചവച്ചരച്ച് സാവധാനമായിട്ട് അതിൻ്റെ പോഷകങ്ങളെയൊക്കെ സ്വീകരിച്ച് പതുക്കെ പോയാൽ മതി. അത് മാംസം മനുഷ്യൻ കഴിച്ചാൽ എന്ത് സംഭവിക്കും? അത് പെട്ടെന്ന് പോകുന്നില്ല, അവിടെ കിടക്കാൻ നീളം കൂടുതലല്ലേ കുടലിൽ. ഒടുവിൽ അതിൽ നിന്ന് പല വിധത്തിലുള്ള രാസപ്രവർത്തനങ്ങളും ഒക്കെ നടന്ന് കെമിക്കൽസ് ഒക്കെ ഫോം ചെയ്ത് ജീർണിച്ച് അത് നമുക്ക് ദോഷങ്ങളെ ഉണ്ടാക്കുന്നു. വേറൊന്നുള്ളത്, മാംസാഹാരം കഴിക്കുന്ന എല്ലാ ജീവികളുടെയും നഖങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും അകത്തേക്ക് കയറിപ്പോകുന്നതുമാണ്. എന്നാൽ സസ്യാഹാരം കഴിക്കുന്ന എല്ലാ ജീവികളുടെയും നഖങ്ങൾ പരന്നതും ഉറച്ചതുമാണ്. അടുത്തത്, മാംസാഹാരം കഴിക്കുന്ന എല്ലാ ജീവികളുടെയും ദഹനരസം എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഈ ഓർഗാനിക് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഡെൻസിറ്റി മാംസം ദഹിപ്പിക്കാൻ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. അത് 6.5 ആണെങ്കിൽ സസ്യാഹാരം കഴിക്കാനുള്ള ജീവികളുടെ ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഡെൻസിറ്റി 1.5 മാത്രമാണ്. വ്യത്യാസങ്ങൾ ഇതുപോലെ നിരവധിയുണ്ട്. അപ്പോൾ മനുഷ്യൻ സസ്യാഹാരിയാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിക്കുന്നതിൻ്റെ ഫലമാണ് മനുഷ്യൻ രോഗിയായി ഇങ്ങനെ നടക്കുന്നത്. ചെറുപ്പക്കാരായിരിക്കുന്നവർക്ക് എന്ത് കഴിച്ചാലും അതൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ അതിൻ്റെ ഫലം പിൽക്കാലത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കളിൽ ക്യാൻസർ പണ്ടില്ലായിരുന്നു ഇത്രേ. അതും ഏത് ക്യാൻസറാണ് ഇന്നുള്ളത്? കോളൻ ക്യാൻസർ, കുടലിൻ്റെ ക്യാൻസർ ഇന്ന് ഏറ്റവും കൂടുതലാണ്. കാരണം ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ്സ് കൾച്ചർ. ഇന്ന് വൈകിട്ട് സ്ട്രീറ്റുകളിൽ ഉണ്ടാക്കുന്ന ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന സാധനമില്ലേ, പല വിധത്തിൽ ടേസ്റ്റ് കൂട്ടാൻ പലതും ചെയ്തുണ്ടാക്കി വയ്ക്കുന്ന അത്തരം മാംസാഹാരങ്ങൾ കഴിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കളിൽ കോളൻ ക്യാൻസർ പെരുകിക്കൊണ്ടിരിക്കുന്നു. 50 വർഷത്തിന് മുൻപ് നമ്മളൊക്കെ ചിന്തിച്ചോ, പ്രധാനമായിട്ടും സ്ത്രീകളിൽ സെർവിക്സ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, പുരുഷന്മാരിലും സ്ത്രീകളിലൊക്കെ ഈ വായിൽ മുറുക്കാൻ ചതച്ച് ഇങ്ങനെ വെച്ചിരുന്ന് ഈ ക്യാൻസർ. ഇത്രയേ ഉള്ളൂ. ഇന്നതാണോ സ്ഥിതി? അപ്പോൾ ഭക്ഷണ സംസ്കാരം എന്ന് പറയുന്നത് വിവേകത്തോടെ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ആയുഷ്കാലം രോഗികളായിട്ട് കഴിയാം. എന്നിലേക്ക് എത്തിച്ചേരാൻ എത്ര ദൂരമുണ്ട് എന്നുള്ളത്. എന്നിലേക്ക് എത്തിച്ചേരാൻ ദൂരമില്ല. മായ കൊണ്ട് ഞാൻ എന്താണെന്ന് അറിയുന്നില്ല എന്നേ ഉള്ളൂ. മായ മാറിക്കഴിയുമ്പോൾ ഞാൻ തന്നെ ആയിരുന്നു ബ്രഹ്മം എന്ന് തിരിച്ചറിയാൻ കഴിയും. മായയുള്ളത് കൊണ്ടാണ് സൂര്യനെ മറച്ചിരിക്കുന്ന കാർമേഘം മാറിക്കഴിയുമ്പോൾ സൂര്യൻ തെളിഞ്ഞു വരുന്നത് പോലെ ഞാൻ ആര് എന്നതിൻ്റെ ഉത്തരം അജ്ഞാനം മറച്ചിരിക്കുകയാണ്. അജ്ഞാനം മാറിക്കഴിയുമ്പോൾ അതില്ല. അതുകൊണ്ടത് എന്നിലേക്ക് ദൂരമില്ല. അജ്ഞാനം മാറിയാൽ മതി, മായ മാറിയാൽ മാത്രം മതിയാവും. പിന്നെ പ്രപഞ്ചം എന്നത് 5 തത്വങ്ങളാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ നമ്മളിവിടെ സംസാരിച്ചിരുന്നു സാഖ്യദർശനത്തെക്കുറിച്ച്. സാഖ്യദർശനം ഷഡ്ദർശനങ്ങളിൽ കപില മഹർഷി എഴുതിയതാണ്. ആദ്യത്തെ ദർശനമാണ് സാഖ്യദർശനം.
അപ്പോൾ ആ സാഖ്യദർശനത്തിൽ സൃഷ്ടി പ്രക്രിയകളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അടിസ്ഥാനപരമായി ഇവിടെ ഒന്നേ ഉള്ളൂ: ബ്രഹ്മം, ബോധം, അറിവ്. അത് മാത്രമേ ഉള്ളൂ. ഉണ്ടെന്ന് തോന്നുന്നത് മിഥ്യയാണ്. അതുകൊണ്ടാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മം സത്യം, ജഗത് മിഥ്യ. ബ്രഹ്മം മാത്രമേ ഉള്ളൂ സത്യമായി. ജഗത്ത് മായയാണ്. മായ എന്നാൽ ഇല്ല എന്നല്ല അർത്ഥം. മായ എന്നാൽ മാറിക്കൊണ്ടേയിരിക്കുന്നത്. മാറിക്കൊണ്ടേയിരിക്കുന്നത് സത്യമല്ല. അത് നമ്മുടെ മനസ്സിൽ ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കുന്നത് പോലെ. ആത്മജ്ഞാനം നേടിക്കഴിയുമ്പോൾ ഈ മായയിൽ നിന്ന് നമ്മൾ മുക്തമാവും. അപ്പോൾ ബോധ്യമാവും ഞാനേ ഉള്ളൂ, ഞാനെന്നാൽ ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി, അതേ ഉള്ളൂ എന്ന് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ കാണുന്ന എല്ലാവരും ഉണ്ടല്ലോ. ശരിയാണ്. അവിടെ ഈ സത്യത്തെ 3 തരത്തിൽ കാണണം. ഒന്ന് സത്യം, പാരമാർത്ഥിക സത്യം, അതിന് മാറ്റമില്ല. 2 വ്യാവഹാരിക സത്യവും, ഇന്ന് കാണുന്ന ഈ വ്യാവഹാരിക ലോകത്തെ സത്യവും പ്രാതിഭാസിക സത്യവും. ഇത് രണ്ടും മായയാണ്. ആ കണക്കിൽ ചിന്തിച്ചാൽ ഒന്നേ ഉള്ളൂ ബ്രഹ്മം, പുരുഷ. സാഖ്യകാരൻ കപില മഹർഷി പറഞ്ഞത് പുരുഷ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചത്. രണ്ടാമതൊന്ന് പ്രകൃതി, അത് മായയാണ്. പ്രകൃതിക്കിട്ട പേര് മായ. പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കും. പ്രകൃതിയിലാണ് മാറ്റങ്ങൾ, ബ്രഹ്മത്തിന് മാറ്റമേ ഇല്ല. ഈ പ്രകൃതി ആദ്യം അതിൻ്റെ ത്രിഗുണാത്മകമായിരുന്നു പ്രകൃതി. അതായത് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും തുല്യ അളവിലായിരുന്നു. ത്രിഗുണങ്ങളും തുല്യമായിരുന്നാൽ ചലനം ഉണ്ടാവില്ല. അങ്ങനെ ആദ്യത്തെ പ്രകൃതി അത് ത്രിഗുണ സമ്യക്കായിരുന്നത് കൊണ്ട്, അതായത് ഇക്വിലിബ്രിയത്തിലായിരുന്നു. സത്വരജസ് തമോ ഗുണങ്ങൾ തുല്യമായതുകൊണ്ട് ചലനമുണ്ടായിരുന്നില്ല. എന്നാൽ പുരുഷ സാമീപ്യത്താൽ പ്രകൃതിക്ക് ചലനം സംഭവിച്ചു. അതായത് ത്രിഗുണങ്ങൾക്ക് വ്യതിയാനം വന്നു. ത്രിഗുണങ്ങൾക്ക് സത്വരജസ് തമോ ഗുണങ്ങൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചലനം വന്നു, മാറി. അവിടെ സൃഷ്ടി പ്രക്രിയ ആരംഭിച്ചു. ആദ്യത്തെ സൃഷ്ടി പ്രകൃതിയിൽ നിന്ന് ത്രിഗുണാത്മകമായ ബുദ്ധിയായിരുന്നു. മഹത്തത്വം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് ആദ്യമുണ്ടായത് മഹത്തത്വം. മഹത്തത്വത്തിൽ നിന്നും അഹങ്കാരമുണ്ടായി. അതെല്ലാം ത്രിഗുണാത്മകമാണ്. എന്നാൽ പുരുഷ ചൈതന്യം അത് ത്രിഗുണാതീതമാണ്. ഗുണങ്ങളെ എന്നുവെച്ചാൽ ത്രിഗുണങ്ങളെ ഒന്നും ഇല്ല അതിനതീതം. അതിനെ ഗുണങ്ങൾ സത്വവും രജസും തമസും ഒന്നും ബാധിക്കാത്തതാണത്. പ്രകൃതി മുതൽ ത്രിഗുണങ്ങൾ ആരംഭിച്ചു. അങ്ങനെ അഹങ്കാരം, ത്രിഗുണാത്മകമായ അഹങ്കാരത്തിൽ നിന്നും 25 തത്വങ്ങളാണ് സാഖ്യദർശനം. അഹങ്കാരത്തിൻ്റെ സത്വഗുണത്തിൽ നിന്നും ഏകാദശേന്ദ്രിയങ്ങൾ, 11 ഇന്ദ്രിയങ്ങൾ. 1 മനസ്സ്, 2 പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും. ഇങ്ങനെ ഏകാദശേന്ദ്രിയങ്ങളുണ്ടായി. ഈ അഹങ്കാരത്തിൻ്റെ തമോ ഗുണത്തിൽ നിന്നും പഞ്ചതന്മാത്രകളിൽ നിന്ന് പഞ്ചഭൂതങ്ങളും ഉണ്ടായി. പഞ്ചതന്മാത്രകളെന്നാൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ 5 തന്മാത്രകൾ, പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളുടെ ഗുണമാണ്. ആകാശത്തിൻ്റെ ഗുണം ശബ്ദം, വായുവിൻ്റെ ഗുണം സ്പർശം, അഗ്നിയുടെ ഗുണം രൂപം, ജലത്തിൻ്റെ ഗുണം രസം,
ഭൂമിയുടെ ഗുണം ഗന്ധം. ഇങ്ങനെ പഞ്ചതന്മാത്രകളും അതിൽ നിന്ന് പഞ്ചഭൂതങ്ങളും ഉണ്ടായി. അപ്പോൾ എത്ര തത്വങ്ങളായി? 25. പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും 10, പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും 20, മനസ്സ് 21, അഹങ്കാരം 22, മഹത്തത്വം 23, പ്രകൃതി 24, പുരുഷ ചൈതന്യം 25. ഈ 25 തത്വങ്ങളടങ്ങിയ സാഖ്യദർശനമാണ് ഇതിനെപ്പറ്റി ആധികാരികമായി ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തൈത്തിരീയോപനിഷത്ത് പോലെയുള്ള നിരവധി ഉപനിഷത്തുകളിലും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും സാധാരണഗതി ഷഡ്ദർശനങ്ങളിൽ സാഖ്യദർശനമാണ് പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായി പറയുന്നത്. പഞ്ചഭൂതങ്ങളും ഈ സൃഷ്ടിയിൽ പറയുന്ന പഞ്ചഭൂതങ്ങൾ യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിരുന്നു, കാണാൻ കഴിയില്ല. അതിനെ സാഖ്യദർശനത്തിൽ നിന്ന് വിട്ട് ഞാൻ വേദാന്തത്തിലേക്ക് പറയുകയാണ്. ഇനി കാര്യം സാഖ്യദർശനത്തിൽ അവിടെ വരെയുള്ളൂ. എന്നാൽ വേദാന്തം പറയുന്നു ഈ സൃഷ്ടിയിലുണ്ടായ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മങ്ങളായിരുന്നത് കൊണ്ട് അതിന് സൃഷ്ടിക്കാൻ കഴിയില്ല, സംയോജിക്കാൻ കഴിയില്ല. അതിനെ പഞ്ചീകരണത്തിലൂടെ അത് സ്ഥൂല പഞ്ചഭൂതമായി മാറുന്നു. സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ പഞ്ചീകരണത്തിലൂടെ, ആ വാക്ക് മറക്കണ്ട, പഞ്ചീകരണത്തിലൂടെ അത് സ്ഥൂല പഞ്ചഭൂതങ്ങളായി മാറുന്നു. ഈ സ്ഥൂല പഞ്ചഭൂതങ്ങളാണ് വ്യത്യസ്ത വ്യത്യസ്ത ഈ അനുപാതങ്ങളിൽ സംയോജിച്ച് എല്ലാ വസ്തുക്കളും, നമ്മളും മേശയും ഈ സർവ്വതും ഉണ്ടായിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങളാണ്. സ്ഥൂല പഞ്ചഭൂതങ്ങൾ വ്യത്യസ്ത അനുപാതങ്ങൾ, വ്യത്യസ്ത റേഷ്യോയിൽ സംയോജിച്ചതാണ്. ഇനി ഞാൻ അവിടെ പറഞ്ഞ് പഞ്ചീകരണം മറക്കരുതെന്നാണ്. അതെല്ലാം പെട്ടെന്ന് മനസ്സിലാവില്ല, വരച്ച് കാണിക്കേണ്ടതാണത്. ആകാശം എന്ന ആ ഭൂതത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. 50% 50%. ആദ്യത്തെ 50% അങ്ങനെ തന്നെ നിൽക്കട്ടെ. രണ്ടാമത്തെ 50%ത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 12.5% വീതം. ഇത് ഓരോന്ന് പീസും എടുത്ത്, ഇപ്പം കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ഇത് ഓരോന്നും എടുത്ത് വായുവിന് കൊടുത്തു, വേറൊരു 12% എടുത്ത് അഗ്നിക്ക് കൊടുത്തു, വേറൊന്നെടുത്ത് ജലത്തിന് കൊടുത്തു, വേറൊന്നെടുത്ത് ഭൂമിക്കും കൊടുത്തു. അതാത് ഭൂതങ്ങളും 50% കട്ട് ചെയ്ത് മറ്റു 4 കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ സ്ഥൂല പഞ്ചഭൂതമായ ഭൂതം ശുദ്ധമല്ല, സൂക്ഷ്മമായ പഞ്ചഭൂതം അശുദ്ധം, വേറൊന്നുമില്ലതി. സ്ഥൂല പഞ്ചഭൂതത്തിൻ്റെ 50% ആകാശമാണെങ്കിൽ ബാക്കി 4 ഭൂതങ്ങളും ചേർന്നതാണ് ബാക്കി 50%. അങ്ങനെയുള്ള സ്ഥൂല പഞ്ചഭൂതങ്ങളാണ് ഈ ചേരുന്നത്. പഞ്ചീകരണമൊക്കെ വലിയ വിഷയമാണ്, വരച്ചാണ് പഠിപ്പിക്കേണ്ടുന്നത്. എന്തായാലും മനസ്സിലാക്കാൻ കഴിയും എന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെയാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. ഇത് ശാസ്ത്രം. ആത്മീയ സംഘത്തില് പങ്കെടുത്താൽ അത് വരും തലമുറകൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ പ്രതിഫലിക്കും? ചെറുതിലെ നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യ ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് 4 ഘട്ടങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആദ്യം ബ്രഹ്മചര്യാശ്രമമാണ്, 2 ഗാർഹസ്ഥ്യം, 3 വാനപ്രസ്ഥം, 4 സന്യാസം. ഇങ്ങനെ 4 ഘട്ടങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൻ്റെ പേര് തന്നെ ശ്രദ്ധിച്ചു നോക്കൂ, ബ്രഹ്മചര്യം, ബ്രഹ്മചര്യാശ്രമമാണ്. ബ്രഹ്മം എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് സത്യമാണ്, അത് ആനന്ദമാണ്, അറിവാണ്. അപ്പോൾ ബ്രഹ്മം എന്നാൽ അറിവ്. ഈ അറിവ് നേടുന്ന കാലഘട്ടമാണ് ബ്രഹ്മചര്യാശ്രമം. ഈ കാലഘട്ടത്തിൽ നേടിയ അറിവിൻ്റെ പ്രായോഗിക പരിശീലനമാണ്, പ്രായോഗിക ജീവിതത്തിലെ ഇംപ്ലിമെൻറ്റേഷനും ഒക്കെയാണ് ഗാർഹസ്ഥ്യം. കാരണം ഈ പഠിച്ച കാര്യങ്ങളെ അവൻ പ്രാവർത്തിക തലത്തിൽ അവൻ പ്രയോഗിക്കുന്നത് ഗാർഹസ്ഥ്യത്തിലാണ്. എന്ന് വെച്ചാൽ ബ്രഹ്മചര്യാശ്രമം അത്രത്തോളം വിഷയങ്ങൾ, വിവാഹം തുടങ്ങിയ ഈ എന്താ പറഞ്ഞ
നമ്മുടെ ഷോഡശ സംസ്കാരം. ഷോഡശ സംസ്കാരം അറിയില്ലേ? ഗർഭാധാനം, പുംസവനം, സീമന്തം, അങ്ങനെ തുടങ്ങി അന്ത്യേഷ്ടി വരെ ഒരു മനുഷ്യന് ഒരു കുഞ്ഞ് ജനിക്കുന്നു, ഗർഭാധാനം, അതിനുശേഷമുള്ള ഓരോ ഘട്ടങ്ങളിലും ആ കുട്ടി വളർന്നു വന്ന് അവസാനം ഭസ്മാന്തമാകുന്നു. അന്ത്യേഷ്ടി വരെയുള്ള 16 ഘട്ടങ്ങളിലെ സംസ്കാരമാണ് ഷോഡശ സംസ്കാരം. ഈ ഷോഡശ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കണം. ജീവിത വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെ പഠിക്കണം. വേദത്തെക്കുറിച്ച് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് വേദം എന്നാൽ ഹിന്ദുക്കളുടെ ആത്മീയ ശാസ്ത്രമാണെന്നാണ് കേട്ടിട്ടുള്ളത്, അല്ലേ? ശരിയാണ്. ആത്മീയ ശാസ്ത്രം എന്ന് പറയണം. ആത്മീയ ശാസ്ത്രം എന്ന് മാത്രം പറഞ്ഞാൽ തെറ്റ്. അപ്പോൾ ഒരു ചിന്ത വരും, ആധ്യാത്മികതയും ആത്മീയതയും അപ്പം രണ്ടാണ്, അല്ലേ? തീർച്ചയായും രണ്ടാണ്. അതിൻ്റെ മറുപടി ഇത് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് പോകാം. ആധ്യാത്മിക ശാസ്ത്രവുമാണ് വേദം, ആത്മീയ ശാസ്ത്രവുമാണ്. ആധ്യാത്മിക ശാസ്ത്രം എന്നാൽ ഈ വ്യാവഹാരിക ലോകത്ത് ജീവിത വിജയം കൈവരിക്കുവാനുള്ളതെല്ലാം വേദത്തിലുണ്ട്. ഉദാഹരണത്തിന് ഋഗ്വേദത്തിൻ്റെ ഉപവേദമായിട്ട് നാം മനസ്സിലാക്കിയിട്ടുള്ളത് ആയുർവേദമാണ്, ആരോഗ്യശാസ്ത്രം. ആയുർവേദം രോഗം വന്ന് ചികിത്സിക്കാനുള്ള ഒരു ശാസ്ത്രം മാത്രമല്ല, രോഗം വരാതിരിക്കാനുള്ള ശാസ്ത്രവും കൂടിയാണ്. ഇപ്പം ആരോഗ്യ സംരക്ഷണമാണ്. അങ്ങനെയുള്ള മെഡിക്കൽ സയൻസ് ഋഗ്വേദത്തിലാണ്. ഒരു യജുർവേദം എടുത്താൽ അതിൽ ധനുർവേദം എന്നാൽ യുദ്ധതന്ത്രമാണ്. യുദ്ധതന്ത്രം, ഇന്നത്തെ യുദ്ധ ഉപകരണങ്ങളൊക്കെ മിക്കവാറും വേദത്തിൽ പറഞ്ഞിട്ടുള്ള യുദ്ധോപകരണങ്ങളോട് സാമ്യമുള്ളതാണ്. അപ്പം ഏറ്റവും മികച്ച യുദ്ധതന്ത്രം യജുർവേദത്തിലാണ്. യജുർവേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം. സാമവേദം എന്നാൽ അതിൻ്റെ ഉപവേദം ഗാന്ധർവവേദമാണ്. ഗാന്ധർവവേദം സംഗീതം, നാട്യം തുടങ്ങി 60 കലകളെയും ഉൾക്കൊള്ളുന്നതാണ്. നാമൊക്കെ സംഗീതവും നാട്യവും ഒക്കെ നമ്മൾ ഇതൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ എല്ലാ ഉറവിടം വേദമാണ്. അപ്പം ഗാന്ധർവവേദം എന്ന കലകളെ മുഴുവൻ അതിൽ പ്രതിപാദിക്കുന്നു. 4-മത്തെ അഥർവവേദം എടുത്താൽ അതിൽ പ്രധാനമായി 2 ഉപവേദം പറയുന്നുണ്ട്. ഒന്ന് അർത്ഥശാസ്ത്രം, അർത്ഥവേദം. അർത്ഥവേദം എന്നത് നമുക്ക് കേട്ടിട്ടുണ്ട്, ചാണക്യൻ അർത്ഥസൂത്രം അല്ലേ എഴുതിയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അർത്ഥവേദം എന്നത് ഭരണതന്ത്രമാണ്. ഒരു രാജ്യത്ത് എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയമാണത്, രാഷ്ട്രതന്ത്രമാണ്. എങ്ങനെയാണ് ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്, ഒരു ഗ്രാമം നിർമ്മിക്കുന്നത് തുടങ്ങിയുള്ള വീട് നിർമ്മാണം മുതൽ എല്ലാം പ്രതിപാദിക്കുന്നതാണ് അർത്ഥശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്രം അറിയാത്തത് കൊണ്ടാണ് ഗൃഹങ്ങളിൽ പോലും സാമ്പത്തിക ശാസ്ത്രം ഇല്ല. അതുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി വന്ന് നട്ടം തിരിഞ്ഞു പോകുന്നത്. പലപ്പോഴും പറയാറുണ്ട് ഞാൻ, പണം ചെലവഴിക്കുന്നത് ഒരിക്കലും അനാവശ്യമായി പണം ചെലവഴിക്കരുത്. രണ്ടാമത്തത്, ഒരിക്കലും ആവശ്യത്തിനും പണം ചെലവഴിക്കരുത്. അത്യാവശ്യത്തിന് ചെലവഴിക്കാനുള്ളതാണ് പണം. അനാവശ്യം ചെലവഴിക്കരുത്, ആവശ്യത്തിനുമല്ല ചെലവഴിക്കേണ്ടത്, അത്യാവശ്യത്തിനാണ്. അതാണ് ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രം വീടുകളിൽ ചെയ്യേണ്ടത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു 80% വീടുകളിൽ അനാവശ്യമായി സാമ്പത്തിക ചെലവുകൾ. 1000 രൂപ വരുമാനമുണ്ടെങ്കിൽ 1800 രൂപ ചെലവഴിക്കാനുള്ള മാർഗം നോക്കും. പലിശയ്ക്ക് കൂടെയൊക്കെ എടുത്ത് ചെയ്യും. നമ്മുടെ വരുമാനത്തിനനുസരിച്ചല്ല ചെയ്യും. അപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രവും കൂടിയാണ് അർത്ഥശാസ്ത്രം. മറ്റൊന്നുള്ളത് സ്ഥാപത്യവേദമാണ്. സ്ഥാപത്യവേദം എന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ് ടെക്നോളജി. വേദത്തിലെ
സ്ഥാപത്യവേദം എന്ന ഉപവേദം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള വലിയ ഗോപുരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ കെട്ടി ഉയർത്തിയത്. ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. നമ്മളൊക്കെ ഇവിടെ പറയാറുണ്ട്, ആ തൂക്കുപാലം അത് ബ്രിട്ടീഷുകാരെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന്. ഈ ബ്രിട്ടീഷുകാരൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് വേദത്തിലുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. ഇങ്ങനെയുള്ള ആരോഗ്യ സംബന്ധമായ, അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കലാപരമായിട്ടുള്ള അറിവുകളെ എല്ലാം ചേർത്തുകൊണ്ടാണ് വേദം. എന്നാൽ അത് കർമ്മകാണ്ഡത്തിലാണെങ്കിൽ രണ്ടാമത്തെ ഒന്ന് ജ്ഞാനകാണ്ഡമാണ് വേദത്തിൽ. അവിടെയാണ് ആത്മജ്ഞാനത്തെക്കുറിച്ച് പ്രതിപാദനം ചെയ്യുന്നത്. കർമ്മകാണ്ഡങ്ങൾ ആധ്യാത്മിക പുരോഗതിക്കാണ്. ആധ്യാത്മിക പുരോഗതി എന്നാൽ വ്യാവഹാരിക ജീവിത വിജയത്തിന് വേണ്ടി, ധാർമ്മികമായ വിജയത്തിന് വേണ്ടിയുള്ളതാണ്. അതോടൊപ്പം ഇവിടെ ഉത്തര ഭാഗമായിട്ടുള്ള ജ്ഞാനകാണ്ഡത്തിൽ വേദാന്തം, ഉപനിഷത്തുകൾ, അതായത് ആരാണ് ഞാൻ എന്ന അന്വേഷണം, ഈശ്വരൻ ആരാണ്, ഞാനും ഈശ്വരനും ഒന്നാണോ, ഇതൊക്കെ അതിനകത്ത് ഉള്ളത്. അഹം ബ്രഹ്മാസ്മിയും തത്വമസിയും അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ സർവം ഖലു ഇദം ബ്രഹ്മ ഈശാവാസ്യം ഇദം സർവം. ഇതെല്ലാം കേട്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാം. ഇതെല്ലാം ഈ അറിവിനകത്തുള്ളതാണ്, ജ്ഞാനത്തിലുള്ളതാണ്. ഈ ജ്ഞാനം ആത്മീയ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്, ആത്മസാക്ഷാത്കാരത്തിനുള്ളതാണ്. അപ്പോൾ വേദം ആധ്യാത്മികതയ്ക്കും ആത്മീയതയ്ക്കും ഒരുപോലെയുള്ളതാണ്. ഇതെല്ലാം ഇവിടെയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും പാഠനങ്ങളുമാണ് നമുക്ക് വേണ്ടത്. കഷ്ടകാലത്തിന് വേദമെന്ന് കേട്ടാലോ ഉപനിഷത്ത് കേട്ടാലോ ഭഗവത്ഗീതയെന്ന് കേട്ടാലോ ഹാലിളകുന്ന വിഭാഗങ്ങളാണ് നമ്മളെ കേരളത്തെ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നത്. ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം. രണ്ട് കൂട്ടരും ഈ അറിവുകളെ തമസ്കരിക്കുവാനും നശിപ്പിക്കുവാനുമുള്ള മത്സരത്തിലാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ധാർമ്മികവും ആത്മീയവുമായ പഠനങ്ങൾ ലഭിക്കാതെ പോകാൻ കാരണം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പോലും ഇത്തരം കാര്യങ്ങൾക്ക് വിലക്ക്, മതപാഠശാലകൾക്ക് വിലക്കുണ്ടായിരുന്ന സമയം. ഇപ്പോഴാണ് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഭരിച്ചു കൊണ്ടുവന്നിരുന്ന ആൾക്കാർ മനഃപൂർവം ചെയ്തു വെച്ച നാശങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഇത്രയും വഴിതെറ്റിപ്പോയത്. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഒരു പാർട്ടിയുടെയും മെമ്പർഷിപ്പ് എനിക്കില്ല. പക്ഷേ വസ്തുതകളെ പലപ്പോഴും പലയിടത്തും പറയുന്നത് കൊണ്ട് എൻ്റെ രാഷ്ട്രീയമൊക്കെ ഉണ്ടെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. സത്യം പറയുന്നവനൊക്കെ സംഖ്യയാണല്ലോ, രാജ്യസ്നേഹം പറയുന്നവനൊക്കെ സംഖ്യയാണല്ലോ. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അതുകൊണ്ട് പലരും മടിക്കുകയാണ്, സംഖ്യ എന്നുള്ള പേര് കിട്ടാതിരിക്കാൻ സത്യം പറയില്ല. ആ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മുടെ പുതിയ തലമുറയെ ഗവൺമെൻറ് തലത്തിൽ പാഠ്യവിഷയങ്ങളായിട്ട് ഇതൊക്കെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത് വരെ നാമൊക്കെ കഴിയുന്നിടത്തോളം എന്തെങ്കിലും മാർഗങ്ങളിലൂടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സ്വാമിജിയുടെ ചോദ്യത്തിന് മറുപടി പറയാനായിട്ട് ഉള്ളത്. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചല്ലോ, ഈ ലോകം തന്നെ മനസ്സിലാണ്. മനസ്സിന്റെ വൃത്തികളാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. ഇന്ന് കൊച്ചു കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന, പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നത്. ചെറിയ കാര്യമല്ല. ഇന്നുച്ചയ്ക്ക് ഞാൻ വന്നപ്പോൾ പറയുന്നത്, ഇന്നുച്ചയ്ക്ക് ഞാൻ കണ്ടത് 12 വയസ്സുള്ള ഒരു കുട്ടിയെ എൻ്റെ അടുത്ത് അപ്പോയിൻമെന്റ് എടുത്ത് കൊണ്ടുവന്നത്. ആ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ആ കുട്ടിയുടെ ശാരീരികമായ അവസ്ഥകളൊക്കെ വികലമായതിൻ്റെ
അടിസ്ഥാന കാരണം ആ കുട്ടിയുടെ മനസ്സിലുണ്ടായ ഷോക്ക്. അതിന്റെ കാരണങ്ങൾ ആ കുട്ടിയുടെ വീട്ടിലെ അപ്പനും അമ്മയുമാണ്. അവർ തമ്മിലുള്ള വിഷയങ്ങൾ ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കിയ ഭീതിയും പ്രശ്നങ്ങളിൽ നിന്നും ആ കുട്ടി ശാരീരികമായ രോഗത്തിന് ഇതൊരു പ്രത്യക്ഷത്തിൽ ഉണ്ടായ വലിയ സംഭവം. ഇത്രയൊന്നും വലുതാവാത്ത വൈകല്യം ബാധിച്ച മനസ്സ് ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ സ്കൂളുകളിൽ, പ്രൈമറി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ജീവിക്കുന്നത്. പഠന വൈകല്യങ്ങൾ എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. കുട്ടികളിൽ പഠിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നില്ല, പഠന വൈകല്യം, സ്കൂളിൽ ശ്രദ്ധിക്കുന്നില്ല, നിഷേധിയായിട്ട് വരുന്നു, അധ്യാപകനെ ആശ്രയിക്കുന്നു, വീട്ടിൽ പറഞ്ഞ അനുസരണയില്ല, മോഷണം അല്ലെങ്കിൽ ഉപദ്രവം, ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള വൈകല്യങ്ങളെയും. ഇതിന്റെ ഒക്കെ അടിസ്ഥാനം ഞാനിന്ന് വന്നപ്പോൾ നമ്മൾ അനുകൂലമായ ചർച്ചയിൽ പറഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ ഈ കുഞ്ഞ് ഭ്രൂണമായി സൈഗോട്ടായിട്ട് ജനിച്ച നിമിഷം മുതൽ അമ്മയുടെ ഇന്ദ്രിയങ്ങളിലൂടെ അമ്മയുടെ അറിയുന്ന വിഷയങ്ങൾ ഈ കുഞ്ഞിലേക്ക് എത്തിച്ചേരുന്നു. കാരണം ഈ കുഞ്ഞിൽ അപ്പോൾ മനസ്സില്ല. പക്ഷെ ആ കുഞ്ഞിന് ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് സൈഗോട്ട് ആവുന്ന നിമിഷം മുതൽ ഉണ്ട്. അത് നമുക്ക് ഉദാഹരണം വേണമെങ്കിൽ പറയാം. പ്രഹ്ലാദൻ അമ്മയുടെ ഉദരത്തിൽ കിടന്നിട്ടാണ് നാരദ മഹർഷി പറഞ്ഞ വൈഷ്ണവ കഥയൊക്കെ കേട്ട് ഭക്തി ഉണ്ടായത്. അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ്. അഭിമന്യു അമ്മയുടെ ഉദരത്തിൽ കിടന്നിട്ടല്ലേ പത്നിവ്യൂഹം ഭേദിക്കുന്നത് വരെ കേട്ടത്, അല്ലേ? ഇതുപോലെ നിരവധി ഉദാഹരണം. അപ്പൊ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച നിമിഷം മുതൽ അമ്മ അറിയുന്ന കാര്യങ്ങൾ, അമ്മ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഇമേജുകളായി ഈ കുഞ്ഞിന്റെ സബ് കോൺഷ്യസ് അവിടെ സ്റ്റോർ ചെയ്യുന്നു. കുഞ്ഞ് പുറത്തു വന്നു, പൊക്കൽ കൊടി കട്ട് ചെയ്യുന്ന നിമിഷം മുതൽ മനസ്സ് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ മുതലാണ് കുട്ടിയുടെ ഇന്ദ്രിയങ്ങളും തന്റെ മനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയും. അമ്മയിൽ നിന്ന് കിട്ടിയ ഇമേജുകൾ അവിടെ കിടക്കുകയല്ലേ. ഇതാണ് വാസനയായി കുഞ്ഞുങ്ങളിൽ ബാല്യകാലത്ത് പ്രകടമാകുന്നത്. അതിനുശേഷമാണ് സ്കൂളുകളിലും പല പല ഇൻസിഡൻസിലൂടെ കിട്ടുന്ന ആ ഇമേജുകളും കൂടി ചേർത്തുകൊണ്ടാണ് ഈ വാസനകളെ ഏതെല്ലാം തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയാൻ കഴിയും. അപ്പൊ ആരംഭിക്കുന്നത് അവിടെ. എന്നാൽ അവിടെയാണോ ആരംഭിക്കുന്നത്? അല്ല. ഈ കുഞ്ഞ് ജനിക്കുന്നിടത്ത് ഈ ശരീരം സ്വീകരിക്കുന്നതാണ് സൈഗോട്ട്. അതിനു മുമ്പ് ഈ കുഞ്ഞ് ഉണ്ടല്ലോ, ശരീരമില്ലെന്നല്ലേ ഉള്ളൂ. അതെവിടെ നിന്ന്? പൂർവജന്മത്തെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആ ജന്മത്തിലെ കർമ്മഫലങ്ങളും ആ ജന്മത്തെ വാസനകളും സൂക്ഷ്മ ശരീരവും കൂടിയാണ് ജീവാത്മാവിനോടൊപ്പം വിട്ടുന്നത്. അല്ല, ജീവാത്മാവ് തന്നെയാണ്. ജീവാത്മാവും സൂക്ഷ്മ ശരീരവും കർമ്മഫലങ്ങളും അതിൽ നിന്നുള്ള വാസനകളും കൂടി ചേർന്നാണ് ശരീരത്തിൽ നിന്ന് വിട്ടുമാറുന്നത്. അപ്പൊ ആ പൂർവജന്മ കർമ്മഫലങ്ങളെ അനുഭവിക്കുവാനുള്ള ശരീരമാണ് ശരീരം. അതിനുള്ള കർമ്മഫലത്തിൽ നിന്ന് ഒരു ഭാഗം സഞ്ചിതം എന്ന് പറയും. പൂർവജന്മ കർമ്മഫലങ്ങളെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സഞ്ചിതം, അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുക്കുക. അതിനെ പ്രാരബ്ധം എന്ന് പറയും. ഈ പ്രാരബ്ധം അനുഭവിക്കാൻ ഈ ശരീരം സ്വീകരിക്കും. അപ്പൊ ഈ ഭ്രൂണമായി ഏതൊരമ്മയുടെ ഉദരത്തിൽ ജനിച്ചോ അമ്മയിൽ നിന്ന് കിട്ടുന്നതും പൂർവജന്മകൃതമായിട്ടുള്ള കർമ്മഫലങ്ങളും വാസനകളും കൂടി ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ പല തരത്തിലുള്ള വിഷയങ്ങൾ, ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ ആഗാമിക കർമ്മഫലം എന്ന് പറയും. അങ്ങനെ 3 എണ്ണമാണ് പറയുന്നത്: സഞ്ചിതം, പ്രാരബ്ധം, ആഗാമികം. ഈ ജന്മത്ത് പാപങ്ങൾ ചെയ്താൽ ഇതിന്റെ ഫലവും കൂടെ വീണ്ടും സഞ്ചിതത്തിൽ കൂടി ചേർക്കും. നിരന്തരം വീണ്ടും ജനനം മരണം ഇങ്ങനെ നടക്കും. ഈ ജന്മത്ത് പുതിയ പാപങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ, പുണ്യം മാത്രമേ ചെയ്തില്ലെങ്കിൽ
അടുത്ത ജന്മത്ത് കൂടുതൽ ഉത്കൃഷ്ടമായ ഒരു ജന്മമായിരിക്കും. അപ്പോൾ ഈ ജന്മത്തെ വാസനകളെല്ലാം വരുന്നത് പൂർവജന്മഹൃതവും ഈ ജന്മത്ത് അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ അമ്മയിലൂടെ കിട്ടിയതും ജനിച്ച ശേഷം തൻ്റെ ഇന്ദ്രിയങ്ങൾ തരുന്ന വിഷയങ്ങളിൽ നിന്നുമാണ് ഈ കുഞ്ഞിന് ഈ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയാണ് ഗുരുക്കന്മാർ, മാതാപിതാക്കളും ഗുരുക്കന്മാരാണല്ലോ. മാതാപിതാക്കളും ഗുരുക്കന്മാരിൽ നിന്നും സച്ചിന്തകൾ, സത്സംഗങ്ങളിലൂടെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുകയും നല്ല കാര്യങ്ങൾ കാണുകയും നല്ല കാര്യങ്ങളെ ചിന്തിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങളിലൂടെ അവർക്ക് ഈ ജന്മത്തെ ഉത്കൃഷ്ടമാക്കി മാറ്റാൻ കഴിയും. നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയവുമാണ്. യഥാർത്ഥത്തില് എൻ്റെ സ്വത്വം, നമ്മുടെ ഓരോരുത്തരുടെയും സ്വത്വം ജാതി, മതം, കുലം, ഗോത്രം ഇവയൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല. ജാതിയും മതവും കുലവും ഗോത്രവും ഒക്കെ അജ്ഞാനം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അജ്ഞാനം മാറി ജ്ഞാനത്തിലേക്ക് നാം ഉയരുമ്പോൾ ജാതി വിടും, മതം വിടും, കുലം വിടും, ഗോത്രം വിടും. കാരണം ഇതൊന്നും നമ്മുടെ സ്വത്വമായിരുന്നില്ല. ഇതെല്ലാം നേരത്തെ പറഞ്ഞ ആധ്യാത്മികതയുടെ ഭാഗമായിട്ട് വരാം. ജാതിയും മതവും എല്ലാം, കുലവും ഗോത്രവും എല്ലാം ആധ്യാത്മികതയുടെ ഭാഗമാണ്. ആത്മീയതയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല, ആത്മാവുമായും യാതൊരു ബന്ധവുമില്ല. അജ്ഞാനം മാറി ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ജാതിയും മതവും ഇതൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ നാം പലരും പറയാറുണ്ട് എൻ്റെ ഗോത്രം. സന്യാസ ദീക്ഷാ സമയത്ത് പോലും ഗോത്രം പറയേണ്ടതുണ്ട്. നാം നമ്മുടെ അഷ്ടശ്രാദ്ധവും ചെയ്ത് ആത്മപിണ്ഡവും ചെയ്ത് നാം സന്യാസ ദീക്ഷ വസ്ത്രം സ്വീകരിക്കുമ്പോൾ സന്യാസ പരമ്പര ഏതാണോ ആ ഗോത്രം പറയേണ്ടതുണ്ട്. ഞാൻ ദീക്ഷാഗുരുവിനോട് ആദ്യമേ പറഞ്ഞിരുന്നു, എനിക്ക് ജാതിയില്ല, മതമില്ല, കുലമില്ല, ഗോത്രമില്ല. പക്ഷേ ഒരു സമ്പ്രദായത്തിൽ ദീക്ഷ സ്വീകരിക്കുമ്പോൾ ആ സമ്പ്രദായത്തിൽ ഒന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ, അതെന്നെ സ്പർശിക്കില്ല. അതെന്നെ സ്പർശിക്കുന്നതേ അല്ല. ഒറ്റ ചോദ്യം കൊണ്ട് നമുക്കിതൊക്കെ വ്യാജമെന്ന് പറയാം. ഞാൻ പൂർവജന്മത്തിൽ നിന്ന് വന്നതാണല്ലോ എൻ്റെ ആത്മാ, ജീവാത്മ. അന്ന് ഞാൻ ഏത് ഗോത്രത്തിലായിരുന്നു, ഏത് കുലത്തിലായിരുന്നു, ഏത് ജാതിയിലായിരുന്നു, ഏത് മതത്തിലായിരുന്നു, അതേ കുലത്തിൽ തന്നെ ജനിക്കണമെന്നുണ്ടോ പുതിയ ജന്മം? അടുത്ത ജന്മം നമ്മൾ ഇന്ന് ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ഉണ്ടെങ്കിൽ അടുത്ത ജന്മം നമ്മൾ ഏതിലായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അത് ഈ ജന്മത്തിലെ അജ്ഞാനം കൊണ്ടുള്ള ചില ബന്ധങ്ങളാണ്. ഇത്തരം ബന്ധങ്ങളിൽ നിന്നാണ് നമ്മൾ വിമുക്തരാവേണ്ടത്. അത് ജ്ഞാനം നേടുമ്പോൾ, ജ്ഞാനത്താൽ ഉയരുമ്പോൾ ഇത്തരത്തിലുള്ള അജ്ഞാനങ്ങൾ തനിയേ ഇല്ല. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവന് ജാതിയില്ലായിരുന്നു. നമുക്ക് ജാതിയില്ല, അദ്ദേഹം പറഞ്ഞിരുന്നു. ചട്ടമ്പിസ്വാമി ജാതിക്ക് അതീതനായിരുന്നു. ഈ ആത്മീയ ആചാര്യന്മാരെ ഒക്കെ എടുത്താൽ അവരൊക്കെ ജാതിക്ക് അതീതരായിരുന്നു. ശങ്കരാചാര്യരെ ജാതി വ്യക്തമാക്കുന്ന ഈ കുറെ ആൾക്കാരുണ്ട്. ശങ്കരാചാര്യർക്ക് ജാതി എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളത് മനീഷ പഞ്ചകം വായിച്ചാൽ തന്നെ അറിയാൻ കഴിയുന്ന കാര്യമാണ്. ചണ്ടാളനെയാണ് അദ്ദേഹം നമസ്കരിച്ചത്. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ശങ്കരാചാര്യർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചണ്ടാളനെ നമസ്കരിക്കില്ല. ഒരിടത്ത് പോലും ശങ്കരാചാര്യർക്ക് ജാതിയില്ല. പക്ഷെ ശങ്കര മഠങ്ങൾക്ക് ജാതിയുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച ശങ്കര മഠങ്ങളിൽ, ആ മഠങ്ങളിൽ ജാതീയ ഉച്ചനീചത്വം
വെച്ച് പുലർത്തുന്നു, അതിനെ ചോദ്യം ചെയ്യേണ്ടതാണ്. അത് ആധുനിക സമൂഹമാണ് ചോദ്യം ചെയ്യേണ്ടത്. അപ്പൊ ജാതിയും മതവും കുലവും ഗോത്രവും ഒന്നുമില്ല. നമ്മൾ കുലാചാരങ്ങളെയൊക്കെ പറയുന്നുണ്ട്, ആചാര്യന്മാരൊക്കെ പറയുന്നുണ്ട്, ജാതിയിൽ വിശ്വസിച്ചോളൂ, കുലത്തിൽ വിശ്വസിച്ചോളൂ, മതത്തിൽ വിശ്വസിച്ചോളൂ, പക്ഷേ ഭേദം കൽപ്പിക്കരുതാണ്. ശ്രീനാരായണ ഗുരു പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ജാതി ഭേദം പാടില്ല, മതദ്വേഷം പാടില്ല. നമ്മൾ ആരോടാണ് ഭേദം? നിന്നിലും എന്നിലും എല്ലാം ഉള്ളത് ഒരേ ചൈതന്യം തന്നെയാണ്. നീ ഈ ഭേദം കാണിച്ച അടുത്ത ജന്മത്തിൽ നീ കാണിക്കുന്ന, നീ ആരോട് ഭേദം കാണിച്ചോ അതേ ജാതിയിൽ നീ പറന്നുകൂടായിക്കുണ്ടോ? ഇപ്പൊ വലിയ ജാതീയ ഉച്ചനീചത്വം കാണിക്കുകയാണ്. അടുത്ത ജന്മം കിട്ടുന്നത് നീ അപമാനിക്കുന്ന ജാതിയിൽ ജനിക്കില്ല എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് പുനർജന്മത്തില് പൂർവജന്മത്തിലും ഏത് ജാതിയാണെന്ന് അറിയാൻ കഴിയാത്തിടത്തോളം ഇതൊക്കെ മായയാണ്. ജാതിയും മതമൊന്നും സത്യമല്ല. ആത്മീയത അവിടെയാണ് ആരംഭിക്കുന്നത്. ഈ ആത്മീയത ആരംഭിക്കുന്നത് ശരീര, മനോ, ബുദ്ധി, ഇന്ദ്രിയ, ജാതി, മത, കുല, ഗോത്ര, വർണ്ണ ഭേദങ്ങളിൽ നിന്നും മുക്തമാകുമ്പോൾ ആത്മീയതയിൽ പ്രവേശിച്ചു. അത് പുറത്തല്ല, അകത്താണ്. നാം തേടുന്ന സത്യം പുറത്തന്വേഷിച്ചാൽ കിട്ടില്ല, അകത്തന്വേഷിച്ചാലേ കിട്ടും. ആത്മാവ് അകത്താണ്. പുറത്തുള്ളത് ധാർമ്മികവും ആധ്യാത്മികവുമായ അറിവ് നേടി ചിത്തശുദ്ധി വരുത്താൻ വേണ്ടി സഹായിക്കും.